ദേവിക്കും കുറെ കാലമായിട്ട് ബൈക്ക് ഓടിക്കാൻ ആഗ്രഹമുണ്ട്. ആ സ്ട്രീറ്റ് ആർട്ടിസ്റ്റും പഠിപ്പിക്കാൻ കൂടെ തന്നെയുണ്ട്. ആദ്യമായി എടുത്തതും കുറച്ച് ദൂരം പോയതും നിലത്ത് വീണു. അങ്ങനെ കുറെ നേരം ഓടിച്ച് പഠിച്ച് കോൺഫിഡൻസ് ആയതിനു ശേഷം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇപ്പൊ ബൈക്കിൽ തന്നെ വരാൻ തുടങ്ങി. അത് കണ്ട ഹസ്ബൻഡ് മകനും ഷോക്കായി. അന്ന് ദീപാവലി ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മകന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്തും നീ എന്താണ് ചെയ്യുന്നത് മോളെ, പഠിക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ പുതിയ പുതിയ സ്ഥലത്തേക്കെല്ലാം പോയിട്ട് വ്ളോഗ് എടുക്കാറുണ്ട് അങ്കിൾ എന്ന് പറഞ്ഞു. നിന്നെ പോലെ തന്നെ പെൺകുട്ടികൾ ബോൾഡ് ആയിരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ വുമൺ എംപവർമെന്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മകനും ഇത് കേട്ട് ടെൻഷനായി അലമ്പുണ്ടാക്കാൻ തുടങ്ങി. ഈ ഫാമിലിയിൽ എന്താണ് നടക്കുന്നത്? നിങ്ങൾ തോന്നിയ പോലെ ഏതോ ഒരു പെണ്ണിന്റെ കൂടെ കറങ്ങി നടക്കാണ്. അമ്മയാണെങ്കിൽ ആരുടെയോ ബൈക്ക് എടുത്ത് ഓടിച്ച് നടക്കാണ്. മുത്തശ്ശി നിങ്ങൾ ഇതൊന്നും ചോദിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ട്രീറ്റ് ആർട്ടിസ്റ്റ് അങ്ങോട്ട് വന്നു. എന്റെ ബൈക്ക് വാങ്ങി ഗിഫ്റ്റ് തരാനാണ് വന്നതെന്ന് പറഞ്ഞു. മുത്തശ്ശി നിന്റെ കൂടെ വന്നവരെന്താ പുറത്തു നിൽക്കുന്നത്, അകത്തേക്ക് വിളിക്കെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗവൺമെന്റിൽ നിന്ന് പുതിയതായ ഒരു പ്രൊജക്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാ തെരുവും കളർഫുൾ ആക്കണം. അതിനായിട്ട് എനിക്ക് ലേഡീസിന്റെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. നോക്കിയാൽ അവൾക്കും മുത്തശ്ശിക്കും അവൻ ഷൂ വാങ്ങി കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. ഹസ്ബൻഡ് വേണ്ട തിരിച്ചു കൊടുക്കേ എന്ന് ആംഗ്യം കാണിച്ചതും അവൾ ഇതൊന്നും എനിക്ക് സെറ്റായില്ല വേണ്ടെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് എഴുന്നേറ്റ് ഇവിടെ നിന്ന് ആരും വരില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഇപ്പൊ മകന്റെ ഗേൾഫ്രണ്ടും ഇതും വുമൺ എംപവർമെന്റ് ആണ് അങ്കിൾ എന്ന് കളിയാക്കി പറഞ്ഞു. ഇത്ര നേരം വുമൺ എംപവർമെന്റിനെ കുറിച്ച് നന്നായി പറഞ്ഞുകൊണ്ടിരുന്ന അവനും ഒന്നും പറയാൻ കിട്ടിയില്ല. ലേഡീസ് എല്ലാവരും ചേർന്ന് ആ സിറ്റി ഫുള്ള് ഭംഗിയായി പെയിന്റ് ചെയ്യാൻ തുടങ്ങി. മമതയാണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ നിന്റെ ഫാമിലിയുടെ കൂടെ ജീവിക്കേ, അല്ലെങ്കിൽ അവരെ എല്ലാം വിട്ട് എന്റെ കൂടെ വന്ന് ജീവിക്കുക എന്ന് പറഞ്ഞു. ദേവി ഹസ്ബൻഡിന്റെ അടുത്ത് പോയി എല്ലാം മറക്കാം, നമുക്ക് ജീവിതം പുതിയതായി ഒന്നുകൂടെ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. എന്ത് പുതിയത് തുടങ്ങാൻ? എനിക്ക് ആദ്യമായി ലവ് വന്നത് തന്നെ മമതയോടാണ്. നിനക്ക് ഇവിടെയുള്ള കിച്ചണിനെ കുറിച്ചല്ലാതെ വേറെ എന്താണ് അറിയുക? നീ ഒരു പൊട്ടക്കിണറ്റിലെ തവളയാണ്, ഇവിടെ അടങ്ങിക്കൂടി ജീവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി.